ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുത്തിട്ട് കുറച്ച് നാളായി കേട്ടോ. നമുക്ക് ഇടാനുള്ള സാഹചര്യം കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയും അതിൻ്റെ ലോങ് വീഡിയോ ആയ ഇതും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ കോതമംഗലത്തു നിന്ന് നമ്മുടെ കുറുപ്പുംപടിയിലേക്ക് വരുന്ന റൂട്ടിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. കള്ള് ഷാപ്പ് അപ്പുറത്തും ഇപ്പുറത്ത് റെസ്റ്റോറൻറ്റുമായിട്ടാണ്. അതിൻ്റെ പേരാണ് മാന്തോപ്പ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ്. എനിക്ക് കക്കിറച്ചി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് തേടി ഞാൻ പോയി പെട്ട സ്ഥലമാണ് ഈ മാന്തോപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ കച്ചവടത്തിൻ്റെ കട കെട്ടാനായിട്ട് പോയപ്പം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, ഊണ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞു നമുക്ക് അവിടെ ഒന്നുകൂടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയതാണ് അവിടെ. അമ്മേനെ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അമ്മ അതുകൊണ്ട് എല്ലാ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എന്താണ് സംഭവം. ഇതാണ് മക്കളെ, എന്താ പറയുക, പനങ്കള്ളോ എന്നൊക്കെയല്ലേ പറയുക. കള്ളൊക്കെ ഫ്രിഡ്ജിനകത്ത് സെറ്റാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നമ്മൾ ഓരോ ഗ്യാപ്പ് അനുസരിച്ചാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത്. എല്ലായിടത്തും മിക്ക സ്ഥലത്തും ചില ഹാള് പോലെയൊക്കെ ഇല്ലേ, ഇവിടെ ഗ്യാപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ അതിനുള്ള ചിത്രകലകളാണ് കേട്ടോ. ഇത് രസമായിട്ട് അവർ വരച്ച് വെച്ചേക്കണമെന്ന് നോക്കി. ഓരോ കള്ള് ഷാപ്പിൻ്റെ മറ്റേ കള്ളിൻ്റെ ഓരോ എന്താ പറയുക, തെങ്ങിന്ന് പനങ്കള്ള് കൊണ്ടുപോകണതോ അങ്ങനെയൊക്കെ ഓരോ സെറ്റ് ഇതൊക്കെ ഇല്ലേ, അതൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ഇത് കുഞ്ഞും പൊന്നും കളി തുടങ്ങി. അവിടെ അവരായിട്ട് ഭയങ്കര കളിയിലും തമാശയായിട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെ, ഫുഡ് വരുന്നവർ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചറിയാനായിട്ട് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വടാട്ടുപാറ എന്നെ കെട്ടിച്ച സ്ഥലത്ത് അവിടുത്തെ ഉള്ളൊരു ചേട്ടനാണ് കേട്ടോ ഈ ചേട്ടൻ. നമ്മൾ നേരത്തെ അറിയാം, അവനായിട്ട് ഭയങ്കര കൂട്ടുകാരൊക്കെ ആയിരുന്നു. അങ്ങനെ കമ്പനിയായ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഫുഡ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുക, കൈയൊക്കെ കെട്ടി വന്ന് നിൽക്കുക കേട്ടോ, പാവം. ഭയങ്കര സ്നേഹമാട്ടോ എല്ലാവരോടും. അപ്പോൾ ഫുഡൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് ചോദിക്കാൻ വന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കക്ക, പിന്നെ നമ്മൾ കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ തലക്കറി, പിന്നെന്താ ചോറ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടെ വാങ്ങിച്ചു കേട്ടോ. വേറൊന്നുമല്ല, ദേ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കണ്ടോ, ഫ്രിഡ്ജിനുള്ളിൽ നമ്മൾ നേരത്തെ കണ്ട് തണുപ്പിച്ച് വെച്ച പനങ്കള്ള്. ഞാൻ കുടിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്പ് വീതം കുടിക്കില്ലേ ഈ അടപ്പിൽ, അതുപോലെ. കാരണം ഞാൻ അങ്ങനെ കുടിക്കില്ല. കാരണം എനിക്ക് അങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പനങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഇനി അതിനാരും കമൻറ്റ് ഇടണ്ട നീ കുടിയെത്തിയാണ് അങ്ങനെയാണെങ്കിൽ. ഞാൻ കുടിയെത്തിയൊന്നും അല്ല. പിന്നെ ഇതൊക്കെ ഫാമിലിയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. അങ്ങനെ ഓരോ ഐറ്റംസായിട്ട് നമ്മുടെ ടേബിളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ, കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അതുപോലെ തന്നെ ഇരിക്കാനും തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത് ഇരിക്കുന്ന കക്ക ഇറച്ചിയും രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഞാൻ ഞണ്ട് അങ്ങനെ ആദ്യമൊന്നും കഴിക്കാറുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു കഴിക്കാൻ, ഇതെന്താ സംഭവം എന്നൊക്കെ. കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ ഞാനതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട്, 2-3 പ്രാവശ്യം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫേവറേറ്റാണ് കക്കയിറച്ചി. ഞണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. എത്ര കിട്ടിയാലും ഞാൻ തിന്നും. അതുപോലെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് 2 സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സ്മോളൊക്കെ ചെറുതായിട്ട് അടിച്ചു തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞും പൊന്നും കളിക്കാൻ തുടങ്ങി കേട്ടോ. തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ കുഞ്ഞുവാവിയായിട്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ അതിനുള്ളിൽ നിന്ന് ഈ ചില്ലിനകത്ത് കല്ല് കുറേ ഇട്ട് വെച്ചിട്ടില്ലേ, ആ കല്ലിനകത്ത് 2-3 കല്ല് പറക്കി താഴെ ഇരുന്ന് കളിക്കുമായിരുന്നു 2 പേരും. പിന്നെ പുട്ടു എന്നോട് കാണിക്കുന്ന പരിപാടിയാണിത്. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നീ കുടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഷ്ടമുണ്ട്, ഒരു ഇച്ചിരി കൂടെ താടിയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് കൊടുക്ക്, കുഴപ്പമില്ല, നീ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴും അവൾക്ക് തരാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം അവൾക്ക് അറിയാം ഞാൻ കുടിച്ച പ്രശ്നമാണ്, എനിക്ക് വൈകായിക വരും, അതുകൊണ്ട് അവൾക്ക് തരാൻ മടിയായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു അത് ഇച്ചിരി കുടിച്ചിട്ട് വേഗം അവൾ മറ്റേ എന്താ പറയുക ഈ മോര് അത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. ഒത്തിരി സന്തോഷമായി. നല്ല ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. ലാസ്റ്റ് കുഞ്ഞിനെയും പൊന്നും കുഞ്ഞു എന്ന് വിളിച്ചിട്ടും കളിക്കുമായിരുന്നു. പിന്നെ അമ്മ ലാസ്റ്റ് പറഞ്ഞു അയ്യോ ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു എന്ന് പറഞ്ഞാൽ അമ്മ വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഈ ജോലി തിരക്കിൻ്റെയൊക്കെ ഇടയിൽ നമ്മളൊരു ദിവസം ഫ്രീ കിട്ടുമ്പോൾ ഉള്ള പൈസ കൊണ്ട് ഭയങ്കര വലിയ പൈസയൊന്നും കയ്യിൽ വേണമെന്നൊന്നുമില്ല. ഇവിടെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ ഭക്ഷണത്തിനൊക്കെ. നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ. അപ്പോൾ ഉള്ള പൈസയും കൊണ്ട് നമ്മൾ വന്നിട്ട് ഒരുമിച്ച് ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലൊരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം കുറേ ടെൻഷൻ്റെ ഇടയിലും ജോലി തിരക്കിൻ്റെ ഇടയിലും വന്നിട്ട് ഇങ്ങനെ കുറച്ച് നിമിഷങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലൈക്ക് നമ്മൾ അതിനു വേണ്ടി സമയം
മാറ്റി വെക്കുമ്പോൾ അത് ഒത്തിരി ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫിൽ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം, ഓർത്തിരിക്കാൻ കുറേ ഓർമ്മകളായിട്ട് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും ഇതും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നിങ്ങളോ? അപ്പോൾ കിട്ടണ ചെറിയ സമയങ്ങളിൽ ഫാമിലിയായിട്ട് എല്ലാവരും ഇതുപോലെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.